ആരാണ് ഈ മുഗലൻ? അയാൾ മുഗളനാണോ? അയാൾ മുസ്ലിമാണോ? അയാൾ ഹിന്ദുവാണോ? അയാൾക്ക് ജാതീയമായി അല്ലെങ്കിൽ മതപരമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ഇൻ്റർനെറ്റിൽ പരിശോധിക്കുമ്പോൾ ഒരു തമിഴ്നാട്ടിലെ ഒരു കബഡി ക്യാപ്റ്റൻ്റെ പേര് നമുക്ക് കിട്ടും. അയാളുടെ പേര് മുകുലൻ സുബ്രഹ്മണ്യം എന്നാണ്. മുകുലൻ സുബ്രഹ്മണ്യം. അപ്പോൾ ഹിന്ദു പേരാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം എന്ന് വിചാരിക്കാവുന്ന രാജതരംഗിണി, അതായത് കാശ്മീർ രാജാക്കന്മാരുടെ ചരിത്രമാണ് പറയുന്നത്. ഗണാദിത്യ വംശത്തിലെ ഒരു രാജാവിൻ്റെ പേര് മുഗലൻ എന്നാണ്. ഈ ഗണാദിത്യ വംശത്തിലെ രാജാവായ മുഗലൻ ഭരിക്കുന്നത് 4-ാം നൂറ്റാണ്ടിലാണ്. ഒരുപക്ഷെ മുഹമ്മദ് നബി ജനിക്കുന്നതിനും 100-200 കൊല്ലം മുമ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഹിന്ദു പേരുകളായിരുന്നു ഈ മുഗലൻ എന്നാണ്. അതുപോലെ മുഗല എന്ന പേര്, തമിഴ്നാട്ടിൽ മുഗല എന്ന പേര് ഹിന്ദു പെൺകുട്ടികൾക്കിടുന്ന പേരാണ് മുഗല. മാത്രമല്ല ഈ മുഗലൽ എന്നുള്ളതിന് തമിഴിലും മലയാളത്തിലും അർത്ഥം മേഘം എന്നാണ്. അതുകൂടാതെ തമിഴിൽ മറ്റൊരു വിശേഷാർത്ഥമുണ്ട്. അതിൻ്റെ പേര് ദ്രവ്യം എന്നാണ്. ഈ ദ്രവ്യം എന്നത് തമിഴിൽ തിരവിയം എന്നായി മാറും. തിരവിയം പിള്ളയും തിരവിയം നാഥനുമൊക്കെ ഇന്നും ഹിന്ദു പേരുകളായി തമിഴിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുഗലൻ്റെ ആക്രമണം എന്ന് പറഞ്ഞ മുഗളനല്ല, ലായാക്കി മാറ്റുമ്പോൾ അത് ജാതി മാറി, മതം മാറി, ദേശം മാറി, ലക്ഷ്യം മാറി. ഇതെല്ലാം മാറ്റിമറിക്കുന്നതാണ് ഒരക്ഷരം മാറിയപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ. അപ്പം ഇതാണ് നമ്മൾ മുഗളൻ്റെ ആക്രമണവും മുഗളന്മാരെ ശത്രുസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുമുള്ള ഒരു കഥകൾ മെനഞ്ഞതിൻ്റെ പരിണിത ഫലം ചരിത്രകാരന്മാർ ചരിത്ര വിദ്യാർത്ഥികളെയൊക്കെ ഒരുപാട് തവണ വഴിതെറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.